അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ ഹിജ്ർ ആയത്ത് നമ്പർ 1, 15-ാമത്തെ അധ്യായം. അതും തുടങ്ങുന്നത് ഹുറൂഫുൽ മുഖത്തഅത്ത് വെച്ചിട്ടാണ്, അതായത് അക്ഷരങ്ങൾ വെച്ചുകൊണ്ട്. ഹുറൂഫ് ഹർഫ് എന്ന് പറഞ്ഞ അക്ഷരം, ഹുറൂഫ് എന്ന് പറഞ്ഞ അക്ഷരങ്ങൾ, മുഖത്തഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിഞ്ഞു വരുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള അക്ഷരങ്ങൾ. ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام را. تلك آيات الكتاب وقرآن مبين. ഇതില് 14 അക്ഷരങ്ങളാണ്, 28 അക്ഷരങ്ങളിൽ 14 അക്ഷരങ്ങളാണ് ഇങ്ങനെ ഹുറൂഫുൽ മുഖത്തഅത്തായിട്ട് വന്നിട്ടുള്ളത്. അതിൽ അലിഫ് എന്നുള്ളത് അലിഫ് എന്ന് ഉച്ചരിക്കുക തന്നെ. പക്ഷെ ബാക്കിയുള്ള അക്ഷരങ്ങളിൽ ഹയ്യുൻ, തുഹുർ, ഹ, യ, ത, ഹ, റ, ഈ 5 അക്ഷരങ്ങൾ ഈ 2 ഹർക്കത്ത് നീട്ടുക. ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ 6 ഹർക്കത്ത് വീതം നീട്ടുക. മദ് ലാസിമിന്റെ കാറ്റഗറിയിൽ വരും. അതുകൊണ്ടാണ് അലിഫ് ലാം മീം എന്നുള്ളതിൽ ലാമും മീമും 6 ഹർക്കത്ത് നീട്ടി ഓതണം. പിന്നെ അതിൽ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഐൻ, സീൻ, ഖാഫിൽ, സീൻ ഉണ്ട്. അതുപോലുള്ള ചില അക്ഷരങ്ങളൊക്കെ ഉണ്ട്. അവ മദ്ദിന്റെ റൂൾ ഉപയോഗിച്ചിട്ട് പറയുമ്പോൾ മദ് ലീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അത് മുമ്പ് ഓതുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ അടുത്ത സുഹൃത്തുക്കളിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്ക് നോക്കാവുന്നതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട അലിഫ് എന്നുള്ള അലിഫെന്നും ലാം എന്നുള്ള 6 ഹർക്കത്ത് നീട്ടിയത്, റോ എന്നുള്ള 2 കാരണം ഹയ്യുൻ തുഹുർ എന്ന് പറയുന്ന അവസാനത്തെ അക്ഷരം റോ ആണ്. അത് 2 ഹർക്കത്ത് മാത്രം നീട്ടിയത്. തിൽക ആയാത്തുൽ കിതാബി വഖുർആനിം മുബീൻ. ഖുർആനിം എന്നുള്ള ഇദ്ഗാം ബിഗുന്ന എന്നായിട്ട് പഠിച്ചത് ഖുർആനിം മുബീൻ. അലിഫ് ലാം റോ. റോ എന്നുള്ള റോ കനപ്പിച്ച് ഉച്ചരിക്കുന്നത്, ര എന്നല്ല, രേന്നുമല്ല. പക്ഷെ വേറെ ചില ഖിറാഅത്തുകളിൽ രേ എന്ന് വളരെ ചരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഓതുന്ന ഹഫ്സിൽ റോ എന്ന് കനം കൂട്ടിയാണ്. പക്ഷെ 2 ഹർക്കത്തിൽ കൂടുതൽ നീട്ടരുത്. തിൽക ആയാതുൽ കിതാബി വഖുർആനിം മുബീൻ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.